എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എത്ര കഴിച്ചാലും മതി വരാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് പെരുന്നാളിന് ഇടാൻ വിചാരിച്ചായിരുന്നു, തിരക്ക് കാരണം ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ എപ്പോഴും എഗ് ബീറ്ററിൽ ചെയ്യുന്നതാണ് ബെസ്റ്റ്. പക്ഷേ അതൊന്നും ഇല്ലാത്തവർക്കും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാനും പുഡിംഗ് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഇത് എളുപ്പമാണ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതുപോലെ 1/4 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ടേസ്റ്റ് കൂടുതൽ ബട്ടർ ചേർക്കുമ്പോഴാണ്. അങ്ങനെ അത് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ആ മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ബേക്കിംഗ് പൗഡർ ആട്ടോ ഒന്ന് കാണിച്ചു തന്നതാണ്. അത് 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ 1/8 ഒക്കെ എടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മുട്ടയും മൈദയും എല്ലായിടത്തേക്കും ആവുന്ന രൂപത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ തിക്നെസ് കുറക്കണം എന്നുണ്ടെങ്കിൽ 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കേക്കിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ മിക്സിയിൽ അടിച്ചെടുത്താൽ അത്ര സോഫ്റ്റായി കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ പുഡിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത്ര ഒരു ലൂസിൽ ഇത് കിട്ടണം കേട്ടോ. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ട്രേയിൽ ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും തേച്ചിട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്, അപ്പോൾ അതിന് ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കുന്ന എപ്പോഴും പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാനിതിവിടെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെമ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിലൊരു തട്ട് വെച്ചിട്ട് ചെമ്പൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 8 ബദാമും അതുപോലെ 8 കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊന്ന് കല്ല് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് പറ്റ പൊടിഞ്ഞു പോകരുത്, കുറച്ച് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. നിങ്ങൾ കല്ല് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു മുഴുവനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഫ്ലെയിം വളരെ താത്തി വെച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഷുഗർ കരിഞ്ഞു പോകും, അപ്പോൾ കയ്പ്പ് രസം വരും. അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നട്ട്സൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഈ സമയം തന്നെ നമ്മളൊരു ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടറോ ഓയിലോ ആക്കിയിട്ട് ഗീയോ എന്തായാലും മതി, അത് തേച്ചിട്ട് അവിടെ വെക്കുക. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നമ്മൾ ഓയിലും ഗീയും ഒക്കെ ആക്കി വെക്കുക. ഇപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് കത്തിയോ സ്പൂണോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് തണുത്ത് പോയാൽ പിന്നെ പരന്ന് കിട്ടാൻ പാടായിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അവിടെ കിടന്ന് തണുത്തോട്ടെ കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പിൽ നിന്ന് 2 ടീസ്പൂൺ ഒഴിവാക്കിയിട്ട് അത്ര പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതൊന്ന് ലൈറ്റായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കളറിലേക്ക് ഇത് വരുന്നവരെ നമ്മളൊന്ന് കാത്തിരിക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ
ആ സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെച്ച് കൊടുക്കണം. അഥവാ കരിയാ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഓഫാക്കി കൊടുക്കണം. അതുപോലെ വളരെ കുറഞ്ഞ അളവിൽ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പാത്രം പൊക്കി കൊടുത്താൽ മതി കേട്ടോ, കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽ ചേർക്കുമ്പോൾ ഒന്ന് ഷുഗർ കട്ടായൊക്കെ ചെയ്യും, പക്ഷേ അത് തിളക്കുന്ന സമയത്തൊക്കെ മെൽറ്റായി കിട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതോട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് 1/4 കപ്പ്. ഒരു കപ്പിൻ്റെ പാത്രമാണ്, അതിലേക്ക് ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒന്ന് നന്നായി ചൂടായി വന്നാൽ മതി ഇനി കേട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരരിപ്പ വെച്ചിട്ടത് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മളുടെ കേക്ക് അതിന് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഈ സോസ് ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സോക്കായി കിട്ടും കേക്ക് കേട്ടോ. പിറ്റേന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സോക്കായി. ഇനി സോസ് എല്ലായിടത്തേക്കും ആവുന്ന രൂപത്തിൽ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഉണങ്ങിയ ബൗൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ പിന്നെ അൽമറായുടെ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് അതിൽ മധുരവും ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. റിച്ചിൻ്റെ നാട്ടിലെ വിപ്പിംഗ് ക്രീമിന് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ, വാനില ചേർക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ ആ നേരത്തെ ആക്കി വെച്ചിരുന്ന നട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നട്ട്സൊക്കെ അത്യാവശ്യം ഉണ്ടാകുമ്പോഴാണ് ഇത് കടിക്കുമ്പം ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് എൻ്റെ അത് പെട്ടെന്ന് ചെയ്തത് കൊണ്ട് ആ കേക്കിലേക്ക് ആ സോസ് പിടിച്ച് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ഇടുമ്പോൾ അത് അതിലേക്ക് കുറച്ച് താന്ന് പോയിട്ടുണ്ട് കേട്ടോ. അത് തിരക്കൂട്ടി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓരോ മിസ്റ്റേക്ക് ചെയ്യും. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെച്ച് കൊടുക്കുക. അത് നമ്മൾ ഇളക്കാതെ വെച്ച് കൊടുത്താൽ തന്നെ അത് മെൽറ്റായി വന്നോളും. ഇനി ഒന്ന് പാന് പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ. സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം തിക്നെസ് കൂടാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആദ്യം 3/4 ആണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി കട്ടി തോന്നി. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചതാണ്. ടോട്ടൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്നായിട്ട് ഒഴിക്കണ്ട. അപ്പോൾ നിങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് തണഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ വിപ്പിംഗ് ക്രീം ഫിറ്റ് ആവാത്തത് കൊണ്ട് ശരിക്കും ഇത് അടിയിലേക്കൊന്ന് താന്നു പോയിട്ടോ, അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ മേലെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അത് ഫ്ലോപ്പായത് നല്ലതായി തോന്നി. ഞാൻ ഈ പെക്കാനൊന്ന് കാരമലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ ചെയ്ത് നോക്കണ്ടേ. അതിൽ ആ കടിക്ക് പെക്കാൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലും ഒരുവിധം എല്ലാ നട്ട്സും കിട്ടുന്നുണ്ടല്ലോ. ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഒരുപാട് കൂടുതലായി വന്നിട്ടുണ്ടല്ലോ. ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.